സംസ്ഥാനത്ത് ദേശീയപാതാ വികസനത്തിനായി കേന്ദ്ര സർക്കാർ 2039 കോടി രൂപ അനുവദിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.കെ. ബഷീർ. ഉടൻ നടപ്പാക്കാൻ പോകുന്ന 5 പദ്ധതികൾക്കാണ് പണം അനുവദിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പി.കെ. ബഷീർ ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. കർണാടക, കേരള സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ബൈരക്കുപ്പ പാലം നിർമ്മാണത്തിന് 40 കോടി രൂപ, തമിഴ്നാട്ടിലെ തിരുമംഗലത്തെയും കൊല്ലത്തെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത 744 98.40 കോടി, കോഴിക്കോട് മുതൽ പാലക്കാട് വരെയുള്ള ദേശീയപാതയ്ക്ക് 172 കോടി രൂപ എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്ക് അംഗീകാരം ലഭിച്ചതായി മന്ത്രി പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ നടപടി അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ധാരണയായി. തിരുവനന്തപുരം കഴക്കൂട്ടം പാതയ്ക്ക് 66 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊല്ലം തേനി പാതയിൽ കടവൂർ മുതൽ ചെങ്ങന്നൂർ ആഞ്ഞിലിമൂട് വരെയുള്ള 4-വരിപ്പാതയുടെ വികസനത്തിന് 1663 കോടി രൂപയുടെ കേന്ദ്ര അനുമതിക്കും ധാരണയായിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശബരിമല, മൂന്നാർ, വയനാട് എന്നിവിടങ്ങളിൽ റോപ്വേ നിർമ്മാണത്തിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചെന്നും മന്ത്രി അറിയിച്ചു. ശബരിമലയിലെ പദ്ധതിയുടെ DPR ഉടൻ തയ്യാറാക്കും. ദേശീയപാത 185-ൽ അടിമാലി കുമളി ദേശീയപാതയുടെ വീതി കൂട്ടുന്ന പദ്ധതിക്ക് അനുമതി ഉടനെ നൽകുമെന്നും ഗഡ്കരി വ്യക്തമാക്കിയെന്നും പി.കെ. ബഷീർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ അങ്കമാലി ബൈപ്പാസിന്റെ അലൈൻമെന്റ് ഉടനെ ലഭ്യമാക്കും. വെല്ലിംഗ്ടൺ ഐലൻഡ് കുണ്ടന്നൂർ ബൈപ്പാസിനെ അരൂർ അങ്കമാലി ബൈപ്പാസുമായി ബന്ധിപ്പിക്കും. കോതമംഗലം മൂവാറ്റുപുഴ ബൈപ്പാസുകളുടെ പുതുക്കിയ അലൈൻമെന്റിന്റെ അംഗീകാരം 3 മാസത്തിനകം ലഭിക്കുമെന്നും കോഴിക്കോട് രാമനാട്ടുകര മുതൽ കോഴിക്കോട് എയർപോർട്ട് വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര ഉപരിതല വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയെന്നും മന്ത്രി അറിയിച്ചു. പൊതുമരാമത്ത് സെക്രട്ടറി ആദില അബ്ദുള്ള, പൊതുമരാമത്ത് അഡീഷണൽ സെക്രട്ടറി VR വിനോദ്, ചീഫ് എഞ്ചിനീയർ ഐസക് വർഗീസ് എന്നിവരും പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥരും കേന്ദ്രമന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഗതാഗത കുരുക്കിന് വലിയൊരു പരിഹാരം കാണുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കുന്നതിനും ഈ കേന്ദ്ര സഹായം വലിയ രീതിയിൽ ഉപകരിക്കുമെന്നും കേരള പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. പ്രഖ്യാപിക്കപ്പെട്ട 5 പദ്ധതികളുടെയും സുഗമമായ നടത്തിപ്പിന് ഏറ്റവും നിർണായകമായ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിലവിൽ വിവിധ ഘട്ടങ്ങളിലാണ്. കൊല്ലം തേനി ദേശീയപാത ഈ പദ്ധതിക്ക് അനുവദിച്ച ആകെ 1663 കോടി രൂപയിൽ വലിയൊരു പങ്ക് ഭൂമി ഏറ്റെടുക്കലിനും നഷ്ടപരിഹാരത്തിനുമായാണ് മാറ്റിവച്ചിരിക്കുന്നത്. 20 മീറ്റർ വീതിയിൽ 4-വരിപ്പാത നിർമ്മിക്കുന്നതിനായി ഏകദേശം 70.26 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി 333.64 കോടി രൂപയും പാതയോരത്തെ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനും അവയ്ക്കുള്ള നഷ്ടപരിഹാരത്തിനുമായി 394.19 കോടി രൂപയും പ്രത്യേകമായി വകയിരുത്തിയിട്ടുണ്ട്. ഈ 54 കിലോമീറ്റർ പരിധിയിൽ വരുന്ന 2752 നിർമ്മിതികൾക്കും 91 ആരാധനാലയങ്ങൾക്കും കൃത്യമായ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ദേശീയപാത ഈ പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ അവസാന ഘട്ടത്തിലാണ്. ഭൂമി ഏറ്റെടുക്കൽ ഏതാണ്ട് പൂർത്തിയായ പശ്ചാത്തലത്തിലാണ് ഈ റൂട്ടിലെ പുതിയ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിലെ പൊതുമരാമത്ത് വകുപ്പ് ധാരണയിലെത്തിയത്. വയനാട് പെരിക്കല്ലൂർ ബൈരക്കുപ്പ പാലം കബനി നദിക്ക് കുറുകെയുള്ള ഈ അന്തർസംസ്ഥാന പാലത്തിന്റെ നിർമ്മാണത്തിലെ പ്രധാന തടസ്സം കർണാടക ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കലായിരുന്നു. കേരളത്തിന്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും ഭൂമി ഏറ്റെടുക്കലും സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. കർണാടക അതിർത്തിയിൽ വനഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിവാക്കാൻ റവന്യൂ ഭൂമിയിലൂടെയുള്ള പുതിയ അലൈൻമെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികളും അനുമതികളും വേഗത്തിലാക്കാൻ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ധാരണയായിട്ടുമുണ്ട്. കോതമംഗലം, മൂവാറ്റുപുഴ, കൊടുങ്ങല്ലൂർ ഈ ബൈപ്പാസുകളുടെ പുതുക്കിയ അലൈൻമെന്റുകൾക്ക് വരും മാസങ്ങളിൽ അംഗീകാരം ലഭിക്കുന്നതോടെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള 3A, 3D വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പൊതുമരാമത്ത് വകുപ്പ് കടക്കും. കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നിയമം 2013 പ്രകാരമാണ് നിലവിൽ നഷ്ടപരിഹാരവും പുനരധിവസിപ്പിക്കലും നിശ്ചയിക്കുന്നത്. ഇതുവഴി ഭൂമുടമകൾക്ക് വിപണി വിലയേക്കാൾ ഉയർന്ന തുക നഷ്ടപരിഹാരമായി ഉറപ്പാക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.